വീടിനുള്ളിൽ മുറി അടച്ചിട്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ചുറ്റും നോക്കുക, നമ്മുടെ ജീവനെടുക്കാൻ ഒരു കൊലയാളി അടുത്തുണ്ടായിരിക്കും. ആ അവസ്ഥയിലേക്കായി സമൂഹത്തിൻ്റെ പോക്ക്. 50-ൽ പരം കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ഒരാളാണ് മുജീബ്. അയാളാണ് നമ്മുടെ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവൻ എടുത്തത്. 50-ൽ പരം. നമ്മൾ ആരെയും വിശ്വസിക്കണേ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. ചുറ്റും ഇരിക്കുന്നത് പതിയിരിക്കുവാണ് ചെന്നായ്ക്കൂട്ടം കടിച്ചു കീറാൻ വേണ്ടിയിട്ട്. ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പം അവിടെ ഒരു കൊലയാളി കാണാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് വരുന്നത്. 50-ൽ പരം കുറ്റകൃത്യത്തിൽ പ്രതിയായ ഒരാളാണ് അനു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കൊല്ലുന്നത്. 50-ൽ പരം. അതിൽ കൊലപാതകം വരെയുണ്ട്. അയാൾ അതിൽ പ്രതിയാണ്. നമ്മുടെ പോലീസുകാര് നമ്മുടെ ജഡ്ജിയൊക്കെ എന്താ ഈ ചെയ്യുന്നത്? 50-ൽ പരം കുറ്റകൃത്യം ചെയ്ത ഒരാളെ യഥേഷ്ടം മേയാൻ വിട്ടേക്കുവാണ് സമൂഹത്തിലേക്ക്. യഥേഷ്ടം മേയാൻ വിട്ടേക്കുവാണ് സമൂഹത്തിലേക്ക്. എന്താ അല്ലേ? അവന് ആരെ വേണേലും കൊല്ലാം, കറി വെച്ച് തിന്നാം, വറക്കാം, നോ പ്രോബ്ലം. ഇനിയും വിടും, ഇനിയും വിടും. അവന് വക്കീല് കാണും, അവന് തെളിവില്ലാത്തൊരു പേരിൽ വെറുതെ വിടാൻ ജഡ്ജി കാണും, അവനെ ജാമ്യത്തിൽ വിടും, പരോളിൽ വിടും. എന്തോരം കുറ്റവാളികളാണ് നമ്മുടെ ചുറ്റും ഈ ജാമ്യത്തിലും പരോളിലും ഇറങ്ങി നടക്കുന്നത്. സൈക്കോ മൈൻഡുള്ളവനൊന്നും അവന് ശിക്ഷകളൊന്നും ബാധകമല്ല. അവൻ ശരിക്കും അവന്റെ മെന്റലി ഉള്ള പ്രശ്നങ്ങളാണ്. ഈ മെന്റലി പ്രശ്നങ്ങളുള്ള ആൾക്കാര് അവർക്ക് ഇതൊന്നും ബാധകമല്ല. അവരുടെ ആ മൈൻഡ് പറയുന്ന രീതിയിലേ അവര് മുന്നോട്ട് പോകുള്ളൂ. ഈ 50-ൽ പരം കുറ്റകൃത്യങ്ങൾ പ്രതിയായി മുജീബ് എന്ന് പറയണ അവനെ അഴിച്ചു വിട്ടതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ഒരു നിഷ്കളങ്കയായ ഒരു പെങ്കൊച്ചിന്റെ ജീവൻ പോയത്. എനിക്കിത് പറയാഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എവിടെയെങ്കിലും നമ്മളൊന്ന് പറയണ്ടേ? ശരിക്കും എന്താ നമ്മുടെ സമൂഹത്തിൽ നടക്കണേ? നിയമത്തെ വെല്ലുവിളിക്കുകയോ പോലീസിനെ കുറ്റം പറയുകയോ അതല്ല. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ പോക്ക് ശരിയല്ല, നമ്മുടെ ക്രമസമാധാനം ശരിയല്ല. നമുക്ക് ചുറ്റുമുള്ളവരിൽ പണ്ടൊക്കെ ഒരു 100-ൽ ഒരാളോ അല്ലെ 2 ആളോ കുറ്റവാളി എന്നുള്ള സ്ഥലത്ത് ഇപ്പം 100 പേരെടുത്താൽ 98 പേരും ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. മദ്യമായിട്ട്, മയക്കുമരുന്നായിട്ട്, മറ്റ് മെന്റലി ഡിസോർഡർ ആയിട്ടുള്ളവരെല്ലാരും കൂടി ഇങ്ങനെ ഓരോരുത്തരെ കൊന്നിരിക്കുക. കൊലപാതകം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നോർമൽ ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരും ജഡ്ജിമാരും ഒക്കെ അവരും ആ ഒരു മൈൻഡിലേക്ക് മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 50 കുറ്റകൃത്യങ്ങൾ പ്രതിയായ ഒരാളെ ഇങ്ങനെ സമൂഹത്തിലേക്ക് വിടുവോ? അവൻ മോഷ്ടിച്ച ബൈക്കുമായിട്ട് വന്നിട്ടാണ് ഈ പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. എന്റെ ദൈവമേ, സത്യം പറഞ്ഞ പേടിയാകുന്നു. എല്ലാവരും നമുക്ക് പോലീസ് കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളൊന്നും നമ്മളൊക്കെ സെക്യൂരിറ്റി തരുന്നില്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്വയം സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്കായിരിക്കും. അപ്പം എന്തു വന്നാലും നമ്മൾ കുറെ സൂക്ഷിക്കുക, നമ്മൾ അപരിചിതന്മാരുമായിട്ട് അകലം പാലിക്കുക, നമ്മളറിയില്ലാത്ത വണ്ടിയിലൊക്കെ കയറി പോവുക. കഴിഞ്ഞ നാളിൽ എനിക്കൊരു അബദ്ധം പറ്റി. യൂബർ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്ന് ഇറങ്ങി എന്റെ മോള് വന്നിട്ട് എന്നോട് പൈസ എല്ലാം കൊടുത്ത് വിട്ടു. വീട്ടിൽ ചെന്ന് കയറി എന്റെ മോൾ എന്നോട് ചോദിച്ചു, അമ്മ എന്ത് പണിയാ കാണിച്ചു, അമ്മ എന്തിനാ എന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന്? ഞാൻ ചോദിച്ചു, അതിന്റെ മോൻ അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ രാത്രിയാ എന്ന് പറഞ്ഞു. അന്നേരം അവൾ എന്നെ വഴക്ക് പറഞ്ഞു, അമ്മ എല്ലാവരും നല്ലവരായിരിക്കില്ല, ബാക്ക് സീറ്റിലേ ഇരിക്കാവുള്ളൂ. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരൊരു സംശയദൃഷ്ടിയോടെ നോക്കിയാലല്ല നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാരണവശാലും ഇനി അങ്ങനെ യൂബർ വിളിച്ചോ അല്ലെങ്കിൽ ഏത് വണ്ടിയെ അപരിചിതരുടെ വണ്ടി പോകുന്ന ബാക്ക് സീറ്റിലേ ഇരിക്കാവുള്ളൂ, ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കരുത്. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു കഴിയുമ്പോൾ അയാൾ ഒരു കൊള്ളില്ലാത്തൊരു മനുഷ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണെങ്കിൽ നിഷ്പ്രയാസം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അമ്മയെ. അപ്പൊ അതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെ വളരെ ശരിയാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാ. ആരും എന്റെ പൊട്ടത്തരം കാണിക്കില്ലായിരിക്കും. ഇങ്ങനെ ഒരു പൊട്ടത്തരം കാണിച്ചതാണ് അനു എന്ന് പറഞ്ഞ പെങ്കൊച്ച്.
അപ്പം എന്ത് വന്നാലും നമ്മളെപ്പോഴും നമ്മൾ കെയർലെസ് ആകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൂ. എപ്പോഴും നമ്മുടെ മൈൻഡ് വേറൊരാളെ കണ്ടു കഴിയുമ്പം അയാൾ എന്ത് തരത്തിലായിരിക്കും എന്ന് സംശയദൃഷ്ടിയോടെ നോക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ സഹോദരിമാരെന്ന് മാത്രമല്ല സഹോദരന്മാരും, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും പിന്നെന്താ ആരൊക്കെയുണ്ട് അവരെല്ലാവരും മൃഗങ്ങളെപ്പോലും വെറുതെ വിടാത്ത മൃഗസമാനന്മാരായ മനുഷ്യരാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരും സൂക്ഷിക്കുക. എനിക്കിത് പറയാഞ്ഞിട്ട് എനിക്ക് ആ പെങ്കൊച്ച് അനുഭവിച്ച ആ ഒരു ദുരന്തം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് മുങ്ങി നോക്കിക്കേ, നമ്മുടെ ശ്വാസം നിന്ന് പോകുന്ന ഒരവസ്ഥ. അപ്പൊ ചെളിയെല്ലാം ഇങ്ങനെ ശ്വാസകോശത്തിലേക്ക് കയറി, ചിന്തിക്കാൻ പോലും വേണ്ട. എന്തായാലും എനിക്കിത് പോലീസിന്റെ ഇതിന്റെ അകത്ത് ശരിക്കുള്ള പ്രതി, ഒന്നാം പ്രതി അയാളല്ല. ഒന്നാം പ്രതി നമ്മുടെ നിയമവും അയാളെ വെറുതെ വിട്ട ജഡ്ജി, അല്ലെങ്കിൽ ഈ തെളിവ് സമാഹരിച്ചതിൽ വീഴ്ച പറ്റിയ പോലീസ്, ഇതൊക്കെ ആയിരിക്കും. എന്തെങ്കിലും എന്നാണേലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഒരു ജഡ്ജി വെറുതെ വിടാൻ സാധ്യതയില്ല. കാരണം അയാൾക്ക് വലിയ പിടിപാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളൊന്നും അല്ലല്ലോ, സാധാരണ ഒരു മനുഷ്യനല്ലേ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ പ്രതി പറയുവാണെങ്കിൽ പോലീസാണ്. എന്തുകൊണ്ട് പോലീസ് ഈ 50 കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാകത്തിന് ഇയാളെ ഇങ്ങനെ സമൂഹത്തിലേക്ക് അഴിച്ചു വിട്ടു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് പോലീസാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പൊ അവര് ഇയാളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ്, ഇവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ്, എന്തിന്? എത്രണ്ണത്തിന്റെ ജീവൻ കളഞ്ഞു ഇയാള്. പണ്ട് ഇതുപോലൊരു കുറ്റവാളി ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്റെ ഒക്കെ ചെറുപ്പത്തിലെ ഞാൻ വായിച്ചതാണ്. ചെറുപ്പത്തിലെന്ന് വെച്ചാൽ അത്ര ചെറുപ്പമല്ല എങ്കിൽ പോലും എനിക്ക് അതിന്റെ ഒരു ലൊക്കേഷനൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. 7 കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു മനുഷ്യൻ പള്ളിമേടയിൽ വെച്ചിട്ട്. അതിന്റെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം. 2 മാസം പ്രായമുള്ളൊരു പെങ്കൊച്ചിനെ അച്ഛനും അമ്മയും കിടന്നതിന്റെ ഇടയ്ക്കുന്ന് എടുത്തുകൊണ്ട് പോയി ഒരു കനാലിൽ കൊന്നിട്ട ഒരാള്. 7 കുഞ്ഞുങ്ങളെയാണ് അയാൾ കൊന്നത്. 7ാമത്തെ കുഞ്ഞായിരുന്നു അത്. ഈ 7 കുഞ്ഞുങ്ങളുടെ കേസിലും 6 കുഞ്ഞുങ്ങളുടെ കേസിലും അയാൾ പ്രതിയായിട്ട് അയാളെ ജാമ്യത്തിൽ വിട്ടു, അല്ലെങ്കിൽ തെളിവില്ലാത്തതിന്റെ പേരിൽ പുറത്തിറക്കി വിട്ടിട്ടാണ് 7ാമത്തെ കുഞ്ഞായി 2 മാസം പ്രായമുള്ള ആ കുഞ്ഞ് മരിച്ചു പോണത്. 7ാമത്തെ ഇരയായ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ അവൻ കൊല്ലുന്നത്. അവനെ തൂക്കി കൊന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. 7 ജീവൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനെ തൂക്കി കൊല്ലാനായിട്ട് വിട്ടത്. ഈ സൈക്കോകളൊക്കെ കണ്ടാൽ അറിയാൻ മേലാത്ത, ഇവരെ പുറത്ത് വിടരുന്ന് അറിയാൻ മേലാത്ത ആൾക്കാരൊന്നും അല്ല ഈ പോലീസും നിയമം ഒന്നും. 50ൽ പരം കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്ത് അതിശയം അത്! എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. 50ൽ പരം കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒരാള് യഥേഷ്ടം അങ്ങ് സഞ്ചരിക്കുകയാണ് നമ്മുടെ ചുറ്റും. എൻ്റെ അടുത്തോടെ പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്തോടെ പോയിട്ടുണ്ടായിരിക്കാം അവൻ. എനിക്കിത് പറയാതിരുന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. FBയിൽ എഴുതി ഇപ്പ് കിട്ടിട്ടുണ്ടെ പറയും ഇത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തില്ലായിരുന്നോ, ഇത് പണ്ട് മറ്റേ നയനാരുടെ കാലത്തില്ലായിരുന്നോ, കരുണാകരന്റെ കാലത്തില്ലായിരുന്നോ, ഇപ്പൊ പിണറായി ഭരിക്കുമ്പോഴാണ് ഇതുള്ളത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ FBയിൽ എഴുതുന്നില്ല. FBയിൽ എന്തുണ്ടെങ്കിലും ഞാൻ പ്രതികരിച്ചിട്ടിരുന്നാണ്. യൂട്യൂബിൽ ഇത്രയും പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒന്നത്തെ ഞാൻ ഈ പിന്നെ നമുക്ക് ചിരിയാണ് ഇഷ്ടം, അപ്പം ചിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ. പക്ഷെ ഇത് ആ പെങ്കൊച്ചിന് അത് ഒരു ബൈക്കിൽ കയറി, അതിന്റെ അന്നേരത്തെ എന്തോ ഒരു അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കണമല്ലോ ഒരു അപരിചിതന്റെ ബൈക്കിൽ കയറുക എന്ന് പറഞ്ഞു. ഇവന് എന്നാണേലും അറിയാൻ വഴിയില്ല. ഇനിയിപ്പോൾ അറിയുന്നവനാണെങ്കിൽ പോലും ചിന്തിച്ചു നോക്കി അവൻ എത്ര സമർത്ഥമായിട്ട് അവന്റെ ആ ഒരു ചെന്നായിയുടെ മുഖം മറച്ചു വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയത്. ഇനിയും വെറുതെ വിടും. എല്ലാവരും സൂക്ഷിക്കുക. ഇതിപ്പം ഞാൻ പറയണ ഇത് ലൈക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു വാച്ച് അവർ കിട്ടാനോ വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ നമ്മുടെ FB പേജിലൊന്നും എഴുതിയിടാൻ പറ്റില്ല. കാരണം അപ്പോഴത്തേക്ക് അത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചിട്ട് വേറൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും.
അതിപ്പോൾ എന്ത് വിഷയം എഴുതിയാലും. അപ്പം അതുകൊണ്ട് ഞാൻ ആ എഴുത്ത് നിർത്തിയിട്ട് ഞാനിത് പറയുന്നതാണ്. അപാരം. നമ്മളെല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, എന്നാൽ നാളെ ജീവനോടുണ്ടെ കാണാം.